ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശ്വിൻ വിളമ്പെന്ന് കണ്ടിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് ഞെട്ടാണേ. എൻ്റെ കുട്ടീഷ്ണ, എന്താ ഞാൻ ഈ കാണുന്നേ? അശ്വിൻ സാർ വിളമ്പ്. കുട്ടീഷ്ണ, ഞാനിത് സ്വപ്നമൊന്നുമല്ലല്ലോ കാണുന്നത്. എങ്കിൽ അയാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന രണ്ട് പെൺകുട്ടികൾ, വിളമ്പാൻ എന്താ ഇത്ര താമസം? 5 സ്റ്റാർ ഹോട്ടലിലെ വെയിറ്റർ ആണെന്ന് തോന്നുന്നു, കണ്ട കല്യാണ ചെക്കനെ പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശ്രുതി കേൾക്കണേ. അപ്പോൾ തന്നെ മറ്റൊരാൾ, ഹലോ വെയിറ്റർ, ഇവിടെ കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ, അയ്യോ എൻ്റെ ചേട്ടാ, അദ്ദേഹം വെയിറ്ററൊന്നല്ല കേട്ടോ. പിന്നെ ആരാ ശ്രുതി ചേച്ചി ഇത്? ഇവിടെ പ്രീതി ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ ചേട്ടനാ എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടിട്ട് നമ്മുടെ അശ്വിൻ ചിരിക്കുകയാണേ. അയ്യോ, ഞാൻ വിചാരിച്ചു ശ്രുതി ചേച്ചി വിളമ്പാനാക്കിയ ആളാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വണ്ടിയുടെ ഹോണ് കേൾക്കണേ. കാറ്ററിംഗ് യൂണിറ്റിൽ നിന്ന് ആൾ വന്നെന്ന് തോന്നുന്നു. എങ്കിൽ പിന്നെ ഞാൻ അങ്ങ് പോക്കോട്ടെ. ഇനി താങ്ക്സ് പറയുന്നതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ, അത് നിനക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും താങ്ക്സ് പറയാനുണ്ടെങ്കിൽ പ്രീതിയുടെയും ആകാശിൻ്റെ ഒക്കെ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ എന്ന് പറഞ്ഞ് അശ്വിൻ അങ്ങ് പോകുമ്പോൾ ശ്രുതി പിന്നാലെ ഹലോ സാർ എന്ന് പറഞ്ഞിട്ട് ഓടുകയാണേ. എന്താ ശ്രുതി, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? എന്താ നീ ഇങ്ങനെ നിന്ന് കിതയ്ക്കുന്നത്? ആർ യു ഓക്കെ? ഞാൻ ഓക്കെയാണ് സാർ. എന്നാ ബൈ എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ അശ്വിൻ പോകുന്നത്. അതിന് ശേഷം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അഞ്ജലി മോളെ കാണാനില്ലല്ലോ. അഞ്ജലി ബേബി ടെമ്പിളിൽ പോയതല്ലേ. ടെമ്പിളിൽ പോയാൽ പിന്നെ ഇവിടെ നടക്കുന്ന എന്ത് ഫംഗ്ഷനും അഞ്ജലി അങ്ങ് മറക്കും. കാണുന്നിടത്തെല്ലാം റൗണ്ട് അടിച്ച് പ്രാർത്ഥിച്ച് ഇനി ഉച്ചയ്ക്ക് നോക്കിയാൽ മതി എന്ന് പറയട്ടോ മനോരമ. അപ്പോൾ അവിടെ ഒരു കോളിംഗ് ബെല്ല് അടിക്കുകയാണേ. പെൺവീട്ടുകാർ വന്നെന്ന് തോന്നുന്നു. എൻ്റെ മൈ ഗോഡ്, ഇവരെ ഇപ്പോൾ തന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയിടുത്തേ? എൻ്റെ മനോരമയെ, നീ ആ നാവൊന്ന് അടക്ക്. ഇവിടെ ഉള്ളവരുടെ മുന്നിൽ നിനക്ക് എന്തും പറയാം, പക്ഷെ അതുപോലെയല്ല ഗസ്റ്റുകളുടെ മുന്നിൽ പെരുമാറേണ്ടത് എന്ന് പറയുമ്പോൾ ഷട്ടപ്പ് മോഹനേട്ടാ, ഷട്ടപ്പ്. അതിനുശേഷം നമ്മുടെ അഞ്ജലിയെയും വണ്ടിയെയും ഒക്കെ കാണിക്കുകയാണേ. ആ സമയത്ത് ശ്യാം വിളിച്ചിട്ട്, അഞ്ജലി നീ ഇപ്പോൾ എവിടെയാ? ഞാൻ ഗണപതി കോവിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ദേവീക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താ ശ്യാമേട്ടാ വിളിച്ചത്? ഒന്നുമില്ല, നീ സേഫ് അല്ലേ? അതെന്താ സേഫ് അല്ല എന്ന് തോന്നിയോ? അങ്ങനെയല്ല, നീ പെട്ടെന്ന് തന്നെ മടങ്ങി വരണേ രാജകുമാരി. അതെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? അല്ല, നിന്നെ മുത്തശ്ശിയും മനോരമാൻ്റെയൊക്കെ വെയിറ്റ് ചെയ്യാ. അവർ മാത്രമാണോ എന്നെ വെയിറ്റ് ചെയ്യുന്നത്? അത് നിനക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ. എനിക്ക് നീ പോയതിന് ശേഷം വല്ലാണ്ട് അങ്ങ് നിന്നെ മിസ് ചെയ്യുന്നു രാജകുമാരി. എന്നാ എന്നെ വല്ലാണ്ട് മിസ് ചെയ്യണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്യാം, ഇല്ല രാജകുമാരി, നീ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും. ഇന്ന് എൻ്റെ രാജകുമാരിയുടെ ചേതനറ്റ ശരീരമായിരിക്കും ഇവിടേക്ക് വരാൻ പോകുന്നത്. ഇതല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല എൻ്റെ രാജകുമാരി. ഐ ആം സോ സോറി അഞ്ജലി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുക കേട്ടോ. തുടർന്ന് നമ്മുടെ ശ്രുതിയുടെ പാലക്കാട്ട് നിന്ന് ബന്ധുക്കൾ വരികയാണേ. അവർ ശ്രുതി അശ്വിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. മുത്തശ്ശി, ഇത് രാജമാമ, ഇത് ഊർമിള ആൻറ്റി. ഇവർക്ക് പട്ടാമ്പിയിൽ വലിയ ബിസിനസ്സാ. എന്ത് ബിസിനസ്സാ? അവിടെ ഞങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനോരമ, അതിപ്പോൾ ഈ ഉന്തുവണ്ടിയിൽ 2 മിഠായി കൊണ്ടുവച്ചാലും അതിനിപ്പോൾ സൂപ്പർ മാർക്കറ്റ് എന്നല്ല പറയാം. ഇനിയിപ്പോൾ ഒരു മുറി പീടിയാണെങ്കിലും അതിന് മാള് എന്നൊക്കെയല്ലേ മറ്റുള്ളവർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണേ. ആ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ നോട്ടം കണ്ടിട്ട് മനോരമ അവിടുന്ന് എണീറ്റ് പോവാണേ. ഇനി ചായക്കൊപ്പമാവാം ബാക്കി വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് മോഹനേട്ട അവരെ കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. അവർ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രുതി അശ്വിനെ ഇങ്ങനെ നോക്കുക കേട്ടോ, അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. അശ്വിൻ ഇങ്ങനെ ബാക്കിൽ വന്ന് നിൽക്കട്ടോ. എന്നിട്ട് ശ്രുതിയോട് ഇങ്ങനെ ചിരിക്കുന്ന കാണിക്കുന്നുണ്ട്. എന്നിട്ട് അശ്വിൻ അവിടുന്ന് പോവാണേ. ആ സമയത്ത് രാമൻ കുറേ സാരിയൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. അല്ല രാമ, എല്ലാവരും വന്നിട്ടുണ്ടോ? എല്ലാവരും പുറത്തുണ്ടമ്മേ, ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് രാമൻ അങ്ങ് പോവാട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ മുത്തശ്ശി ഞാനും വീട്ടിലോട്ട് പോയിക്കോട്ടെ, ഞാനിവരെ ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇതിൽ നിന്നൊരു സാരി സെലക്ട് ചെയ്തോ എന്ന് പറയുമ്പോൾ ശ്രുതി ആദ്യം ഒരു നീലയും റോസൊക്കെ ആയിട്ടുള്ള സാരി എടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ തിരയുന്ന കാണുമ്പോൾ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയുന്നത്, ശ്രുതിക്കുട്ടിക്ക് ഞാൻ സാരി സെലക്ട് ചെയ്ത് തരാലോ എന്ന് പറഞ്ഞിട്ട് ഒരു പച്ച സാരി ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇത് നല്ല മാച്ചായിരിക്കും എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ ഫോൺ എടുത്ത് വിളിക്കുന്നത് പോലെ അഭിനയിക്കുകയാണേ. അതിനേക്കാൾ നല്ലത് ആദ്യം എടുത്തതാ, അതിൻ്റെ സ്റ്റെഫ് കുറച്ചുകൂടെ നല്ലതാ, നന്നായി യോജിക്കും എന്ന് പറയുമ്പോൾ ശ്രുതി അത് കേൾക്കുകയും ശ്രുതിക്ക് മനസ്സിലാവാണേ സാരിയെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം. അപ്പോഴും നമ്മുടെ എനിക്ക് ഒരു സാരി എടുത്ത് നോർത്തിയിട്ട് പറയുന്നുണ്ട്, ഇത് ശ്രുതിക്കുട്ടിക്ക് നന്നായിട്ട് മാച്ച് ആവും, അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ, ആദ്യം എടുത്തതാ നല്ലത് എന്ന് വീണ്ടും അശ്വിൻ പറയാട്ടോ. ഇത് നമ്മുടെ മുത്തശ്ശി കേൾക്കാണേ.
എന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് അശ്വിൻ വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ കുഞ്ഞാ, നിന്റെ ഫോൺ വിളി കഴിഞ്ഞോ, എല്ലാം മംഗളമായല്ലോ അല്ലേ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോവുകയാണേ. അപ്പോൾ അശ്വിൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശ്രുതി ആ സാരി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ആകാശ് അശ്വിൻ്റെ അടുത്തേക്ക് വരികയാണേ. ചേട്ടൻ്റെ കയ്യിലാണ് എൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞു. ഓ, ഞാനത് മറന്നുപോയി, ഇതാ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണേ. വലിയ ആഗ്രഹം സാധിക്കാൻ പോകുന്നത് ഒരു പെണ്ണിനെ സ്നേഹിക്കുക, അവളെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും സ്വന്തമാക്കാൻ കഴിയുന്നതും വലിയൊരു അനുഗ്രഹമാണ് ചേട്ടാ. അതിനെപ്പോഴും താങ്ക്സ് പറയേണ്ടത് ചേട്ടനോടും ശ്രുതിയോടും മാത്രമാണ്. എസ്പെഷ്യലി ശ്രുതിയോട്. അവൾ അന്ന് ആ സൂയിസൈഡ് ഡ്രാമ കളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ശ്രുതിയോട് എൻ്റെ സ്നേഹം പറയാൻ പറ്റില്ലായിരുന്നു. താങ്ക്സ് ചേട്ടാ. പ്രീതിയോടെ എപ്പോഴാണ് എനിക്ക് പ്രേമം തുടങ്ങിയതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്നോട് തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അവളെ സ്നേഹിക്കാൻ കാരണം എന്താന്നുള്ള കാര്യം. അതങ്ങനെയാ ചേട്ടാ, വല്ലാത്തൊരു ഫീലിംഗാ പ്രേമം എന്നതിന്. സുഖവും ദുഃഖവും സന്തോഷവും എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു വികാരാണ് പ്രണയം എന്നൊക്കെ പറയുമ്പോൾ അശ്വ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണേ. അതല്ലാതെ പിന്നെ എന്താന്ന് ചോദിക്കാട്ടോ. അവരുടെ കണ്ണ് നിറയുന്നതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അശ്വിൻ ശ്രുതിക്ക് അറിയുന്നതൊക്കെ ആലോചിക്കുന്നുണ്ട്. പിന്നെ എന്താ എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, അവരെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മളെ ചെറിയ രീതിയിൽ പോലും അവോയ്ഡ് ചെയ്താൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല ചേട്ടാ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അശ്വിൻ ആ ശ്യാമിട്ട മോതിരം അശ്വിന് ഇടാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രുതി കൈ അങ്ങ് മാറ്റിയിട്ട് പോകുന്നുണ്ടല്ലോ. ആ ഒരു സീൻ ആലോചിക്കാട്ടോ. എങ്ങനെയൊക്കെയാണ് ഏട്ടാ ഈ പ്രണയം എന്നത്. അതൊരു വല്ലാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണ്. എന്താ ചേട്ടൻ അങ്ങനെ ചോദിച്ചേ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയും, അല്ല പ്രീതിയുടെ കാര്യത്തിൽ നീ വല്ലാതെ എക്സൈറ്റ്മെന്റ് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാ എന്ന് പറഞ്ഞു നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.